അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു നഹ്മദു വനുസല്ലി അലാ റസൂലിൽ കരീം അമ്മാ ബഅദ്. പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ, കഴിഞ്ഞ രണ്ട് ക്ലാസ്സിലായിട്ട് ഞങ്ങൾ ദമ്മാജിമാരെ ചില നിലപാടും രണ്ട് ടീമിനെ ഞങ്ങൾ മനസ്സിലാക്കിയെന്ന ഇന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഒന്നാമത്തെ ടീമിൻ്റെ വിഷയത്തിൽ ഞങ്ങൾ ചൊന്നതും രണ്ടാമത്തെ ടീമിൻ്റെ വിഷയത്തിൽ നിങ്ങൾക്കൊരു വ്യക്തമായിട്ട് പിടിയേറ്റിക്കും. ഒന്നാമത്തെ ടീമിൻ്റെ നിലപാടാവട്ടു വഞ്ചിവെക്കരങ്ങനത്തെ ഒരു വ്യക്തമായ നിലപാടില്ലാത്ത ആൾമാർ, രണ്ടാമത്തെ ടീമാവട്ടു വ്യക്തത ഉണ്ട് പക്ഷേ ചില ഓവറായിട്ട് പോയാറ്. ഇനി ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഒന്നാമത്തെ ടീമിനൊട്ടിಗೆ ചില ಕ್ವಶನ್ಸ್ ಎಲ್ಲ ಕೇಟಿನ್ನ ಉತ್ತರ ಇಲ್ಲ ಅಂತಾകുമ്പോൾ പല രൂപത്തിൽ ആരോപണ ഇത്തിക്കർ വന്നത്, കളവ് ഇത്തിക്കർ വന്നത്. ഷേഖ് മുഖ്ബിൽ വാദി റഹിമഹുല്ലാ ചൊന്ന പോലെ ഹിസ്ബിയത്ര ആൾമാർ ഒന്നാമത്തെ നിലപാട് ഇത്തിക്കർ, ഒന്നാമത്തെ സ്വഭാവ ഇത്തിക്കർ കളവ് ചൊല്ലത് ചൊന്നില്ല. അത് ക്ലിയർ ആയിട്ട്, കാരണം ഉത്തര ഇല്ല ചൊന്ന് കൊന്തായപ്പോൾ പല രൂപത്തിൽ കളവ് ചൊന്ന് നോക്കിയാൽ എന്നും കിട്ടാത്തപ്പ അവസാനം ചൊന്നാറ് ഷമീർ ചൊന്തുള്ള വ്യക്തി ഷേഖ് മുഖ്ബിൽ വാദി റഹിമഹുല്ലരെ പറഞ്ഞോണ ഇത്തിക്കറാം ദൈതിക്കർ ನನ್ನ ಮೇಲೂ ಆರೋಪಣ കളവ് ഇത്തിക്കർ. 2 വർഷം 3 ವರ್ಷ ಸೇಮ್ ವಿಷಯ വന്നത് രണ്ടും ഞങ്ങൾ ക്ലിയർ ആക്കി കൊടുത്താൽ ഞാൻ പറഞ്ഞിട്ടില്ല. എൻ്റെ ചങ്ങായി വ്യക്തമായിട്ട് കുത്തി കേട്ട, പലവട്ടം കുത്തി എന്ന് അടിച്ചതെന്തല്ല, പലവട്ടം കേട്ട, പല്ലിൽ വെച്ചത് കേട്ട, ദേർലഘട്ടിൽ വെച്ചത് പല്ലിൽ വെച്ചത് കേട്ട ചൊല്ലോ കളവ് ചൊല്ലണ്ട. നിങ്ങൾ ക്ലിപ്പ് തരും എന്താ ഇത്തിക്കർ പറഞ്ഞിരേ അവനക്ക് ഞങ്ങൾക്കാകട്ടെ, അവന് തൗബാക്കും റെഡിയുള്ള. ನಾನು ಚೊನ್ನೆ ಹಿಂಗೆ ಕ್ಲಿಪ್ ಕಾಟಿಲ್ಲೆಂಗೂ ನನ್ನ ಬಾಯಿಲ್ ಅಂಗನ ತಪ್ಪಿದ್ಬೋಲ അങ്ങനെ ചൊന്നിന്നെങ്കിൽ ನಾನು ತೌಬಾಕಿರ ಅಂತ ನಾ ತಪ್ಪ ಹಾಕಿന്നെങ്കിൽ അന്ന് തൗബാക്ക് റെഡി ಅಂತ. അത് ഇങ്ങനെ ക്ലിപ്പ് വേണ്ടി ചൊന്നില്ല. അത്ര വ്യക്തമാക്കിയാൽ പിന്നെ പോലും 2 വർഷം കഴിഞ്ഞിട്ട് പോലും ഇപ്പം അതേ ആരോപണ ആക്കരുത്. എത്ര അപകട. അതുകൊണ്ട് ചില നൗഷാദിനെ നിങ്ങൾ നിലപാട് നോക്കൂ. നൗഷാദ് ഭായി ഇതേ ആരോಪ ഇത്ത് ಬಂತು ಅಂಡು ചൊന്തു പല്ലിൽ നീ മുഖ്ബിൽ വാദി റഹിമഹുല്ലാ പറഞ്ഞിര ಅಂತ. ഇതേ നൗഷാദ് ഭായി ഒന്നാ ചൊന്ന് ഇല്ല എന്താ ഇത്തിക്കറ് അയാൾ ചൊന്ത് വിളിച്ചിര അയാൾക്കപ്പോൾ ആ വിഷയത്തിൽ പിടിയില്ല കാണണം. ഞാൻ ചൊന്ന ബാരിൽ അയാൾ ചൊന്നെങ്കിൽ റെസ്പെക്റ്റ് ആയിത്തിക്കറ് അല്ലാന്ന് പറച്ചലല്ല. ನಾನು പറഞ്ഞിട്ടില്ല ചൊന്ത് വ്യക്തമാക്കി കൊടുത്തേ. അണ്ടർ പിടിച്ചിണ്ടത്തോളും നൗഷാദർ ടീം നക്കറിഞ്ഞു കൊടുത്തോളൂ. നൗഷാദർ ടീം ഒർക്ക പോലും ആ ആരോപണ പിന്നാക്കിയിട്ടില്ല. അതൈത്തിക്കറ് നിലപാട്. ഒർക്ക ഒരു വിഷയം ചൊന്നെന്തെങ്കിൽ അದ್ರ വിശ്വസിക്കോ പഠിക്കണം. ഇങ്ക് അതല്ല വേണമായത്. നൗഷാദ് സലാഹുദ്ദീൻ ടീമിക്ക് അത് വേണ്ട. നിങ്ങൾക്ക് എന്തേ ഒരു ആരോപണ കിട്ടണു. കാരണം എന്തേ ഇങ്ങനത്തെ ഉത്തര കൊടുക്കില്ല. എന്തെങ്കിലും ഒന്ന് ആരോപണ ആക്കിയെങ്കിൽ മാത്രം ഇങ്ങനെ വാദുന്നല്ലോ. അതൈത്തിക്കറ് സലാഹുദ്ദീൻ ടീമിനെ നമുക്ക് മനസ്സിലാക്കില്ല. ഇനി പ്രത്യേകമായിട്ടും ഷേഖ് മുഖ്ബിൽ വാദി റഹിമഹുല്ലാ വിഷയത്തിൽ നമുക്ക് ചൊല്ലുകൊല്ലത് നഹ്വുൽ പോലും അജുർമീരെ ഷറാഹ് പഠിക്കുമ്പോൾ അൽ മുംതിഅ് ഷറാഹ് നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾ ഉസ്താദ് നിങ്ങൾക്ക് പഠിപ്പാട്ടിയത് ഷേഖ് മുഖ്ബിൽ വാദി റഹിമഹുല്ലാ തഖദീം എഴുതിയതായ കിതാബ് ഇത്തിക്കർ നഹ്വുക്ക് പോലും നിങ്ങൾ പഠിച്ചത്. എന്നിട്ട് പോലും ನನ್ನ ಮೇಲೆ ಆರೋಪಣ ಹಾಕಿರೋ ഷേഖ് മുഖ്ബിൽ വാദി പറഞ്ഞ ಅಂತೇಳಿ ഇത് കളവൈത്തിക്കർ സഹോദരന്മാരെ അത് നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. ഇനി ഇങ്ങനെ സഹോദരന്മാർ ഇങ്ങനെ കൂട്ടായ്മ, അതായത് സലാഹുദ്ദീൻ ചൊന്തുലെ ആ സഹോദരരെ അന്യായിമാർ അങ്ങനെ ചൊന്നാർ ഞങ്ങളെ ഷേഖ് എല്ലാ ആലിമാർ അംഗീകരിക്കുക അങ്ങനെ ഇങ്ങനെ ചൊന്നാർ. നാളട്ട സംഘടന വേണ്ട. നിങ്ങളെ ഓപ്പോസിറ്റ് ടീമൈത്തുല്ലേ നൗഷാദ് ബായി അങ്ങ് അംഗീകരിക്കുന്നതായ ഉലമാക്കന്മാരെ നിങ്ങൾക്ക് അംഗീകരിക്കാൻ സാധ്യമുണ്ടാ? ഫസ്റ്റ് അതേ ചൊല്ലൂർ. യഹ്യൽ ഹജൂരിനെ അംഗീകരിക്കാൻ സാധ്യമുണ്ട? ഷേഖ് യഹ്യൽ ഹജൂരി. അതേപോലെ ഷേഖ് അബൂ ബിലാൽ ഹളറമി അംഗീകരിക്കാൻ സാധ്യമുണ്ട? ഇല്ല. ഇനി ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ചോദിക്കുന്ന സുലൈമാൻ റുഹൈലി നിങ്ങൾക്ക് അംഗീകരിക്കാൻ സാധ്യമുണ്ട? ഇല്ല. അതുമാത്രമല്ല അതിലൊട്ടിക്കും നമുക്ക് ചൊല്ലുകൊല്ലത് ജാമിയ ഇസ്ലാമിയ ചൊന്തുലെ മദീനത്തുൽ മുനവറ ആ മദീനത്തുള്ളതായ ജാമിയ അവിടെ നിന്ന് പണ്ടതായ മദീനി പണ്ഡിതന്മാർ ഷേഖ് ജഫറുൽ ഹസൻ മദനിയാവും, അതേപോലെ ഷേഖ് അബ്ദുള്ള ജോലമുംറിയാവു, അതേപോലെ ഷേഖ് സലാഹുദ്ദീൻ മഖ്ബൂൽ മദനിയാവു, അതല്ലെങ്കിൽ ഷേഖ് ഉബൈദുർ റഹ്മാൻ മദനിയാവു, അതല്ലെങ്കിൽ ഷേഖ് മഖ്സൂദ് ഫൈസിയാവു, അതല്ലെങ്കിൽ ഷേഖ് റസാഉല്ല അബ്ദുൽ കരീം മദനിയാവു, അതല്ലെങ്കിൽ ഷേഖ് സഫീർ റഹ്മാൻ മുബാറക്പുരിയാവു, അതല്ലെങ്കിൽ ഷേഖ് അബ്ദുസ്സലാം സലഫിയാവു, അതല്ലെങ്കിൽ എൻ്റെ ഉസ്താദ് ഐത്തുല്ലങ്ങനത്തെ ഇൽമു പഠിപ്പാട്ടിയതായ ഉസൂൽ ഫിഖ് പഠിപ്പാട്ടിയതായ ഷേഖ് താരിഖ് സഫീർ റഹ്മാൻ മുബാറക്പുരിയാവു. ഈ ജാമ്യത്തിൽ നിന്ന് വന്നതായ അങ്ങനെ നിങ്ങൾ അഹ്ലുസുന്നത്ത് ആൾമാർ ചൊത്ത് മൻഹജിൽ സമയം നിങ്ങൾ അക്കീദത്ത് സമയം അംഗീകരിക്കാൻ സാധ്യതയുണ്ട്. നിങ്ങൾക്ക് അവിടെ പഠിച്ചു വന്നതായ ഇന്ത്യത്തുള്ളതായ ഉലമാക്കന്മാർ മദീനി പണ്ഡിതന്മാർ അംഗീകരിക്കാൻ സാധ്യമുണ്ടാ? 1000 കണക്കിൽ ഉലമാക്കന്മാർ നിങ്ങൾ എറിഞ്ഞിട്ടില്ലേ? ഫൈസൽ മുസ്ലിയാർ മടവൂരിന് എനിക്ക് ഉത്തരം കൊടുത്ത പോലെ ഒരു ഹദീസല്ല 30,000 ഹദീസ് പോലും നിങ്ങൾ നിഷേധിച്ചങ്ങനെ ചൊന്നു. അതേപോലെ ഇത്തല്ലേ ഒരൊത്തൊരു സ്ഥാപനത്തെ നിങ്ങൾ നിഷേധിച്ചത് കൂടി അവിടെ ഉള്ളതായ 1000 കണക്കിൽ ഉലമാക്കന്മാരെ നിങ്ങൾ വലിച്ചെറിഞ്ഞിട്ടില്ലേ? എന്നിട്ട് ചൊല്ലമ്മ ഉലമാക്കന്മാർ നിങ്ങൾ ഇതാക്കിയിട്ടില്ല. അതുമാത്രമല്ല അങ്ങനെ ലിസ്റ്റ് എടുത്ത് തരാം നിങ്ങൾക്ക്. ഒന്നുകൂടി റാഹത്തോടു കൂടി നിങ്ങൾക്ക് മനസ്സിലാക്കണം. താങ്ക് അഹ്ലുൽ ഹദീസ്രെ വലിയ പണ്ഡിത ഇത്തുല്ലങ്ങനത്തെ മക്കത്തിൽ ക്ലാസ് എടുത്തോന്നുള്ളതായ മസ്ജിദുൽ ഹറമിൽ ക്ലാസ് എടുത്തോന്നുള്ളതായ വസിയുള്ള അബ്ബാസ്
ഹഫിദുള്ള, അയാളെ നിങ്ങൾക്ക് അംഗീകരിക്കാൻ സാധ്യമുണ്ടാ? ചൊല്ലർ അംഗീകരിക്കാൻ സാധ്യമുണ്ടാ? ചൊല്ലറു സലാഹുദ്ദീൻ്റെ സഹോദരന്മാരെ, അനുയായിമാരെ, ചൊല്ലറും ഇല്ല. അതായത് ഹക്കീക്കത്ത് ഒരു ഡൗട്ടുമില്ല. ഇനി ഇന്നത്തെ ചൊല്ലറു നമുക്കൊരു റാഹത്ത് എത്തിക്കർ, കൊസി എത്തിക്കർ. അതേപോലെ ഷേഖ് അനീസുർ റഹ്മാൻ മദനി ഇത്ര വലിയ ആലിമ എത്തിക്കർ അംഗീകരിക്കാൻ സാധ്യമുണ്ടോ നിങ്ങൾക്ക്? അതുമാത്രമല്ല ഷേഖ് ഹസീബ് മദനി അംഗീകരിക്കാൻ സാധ്യത. അനീസുർ റഹ്മാൻ മദനിൽ ഇന്നത്തെ എത്തിക്കർ സലാഹുദ്ദീൻ ഉസ്താദ് പഠിച്ചിരെ ചൊന്തുള്ള വിഷയമുണ്ട്. അല്ലാഹു അഅലം, നമുക്ക് പഠില്ല, പേഴ്സണലായിട്ട് ഞാൻ കേട്ടിട്ടില്ല. അപ്പോൾ അയലെ പോലും ഉസ്താദായിട്ടും ആലിമായിട്ടും അഹ്ലുസുന്നത്തിലെ പണ്ഡിതായിട്ടും സ്വീകരിക്കാൻ സാധ്യമില്ല ചെന്നെങ്കിൽ ഇത്ര വലിയ ഗൗരവമായിട്ടൊരു വിഷയം. അതേ മാത്രമല്ല ഷേഖ് അസീം മദനിൻ്റെ ആലിമൈത്തും അഹ്ലുസുന്നത്തിലെ ആലിമൈത്തും പണ്ഡിതനൈത്തും മൻഹജിലും അഖീദത്തിലെ സമയം നാല് ചൊന്ന് അംഗീകരിക്കാൻ സാധ്യമുണ്ടാ? നൗഷാദ് ടീം സലാഹുദ്ദീൻ ടീമുക്കും ഇല്ലല്ലേ? രണ്ടാൾക്കും സാധ്യമില്ല, രണ്ട് ടീമുക്കും സാധ്യമില്ല. അതുമാത്രമല്ല നോക്കൂ, ഷേഖ് അബു റിസ്വാൻ മദനി വലിയ ആലിമൈത്തിക്കർ അഹ്ലുൽ ഹദീസിനെ സ്വീകരിക്കാൻ സാധ്യമുണ്ടാ? ഇല്ല. സ്വീകരിക്കാറാ ചൊല്ലൂർ സ്വീകരിക്കാൻ നിങ്ങൾക്ക് സന്തോഷിക്കറ്. അതുമാത്രമല്ല ഷേഖ് റബീഇനെ അംഗീകരിക്കുന്ന ഈ ആൽമാർ, ഷേഖ് റബീ ബിൻ ഹാദി അൽ മദ്ഖലി, ആ ആലിം വലിയ പണ്ഡിതായിത്തിക്കറ്, അയല് ശിഷ്യത്വ ഏറ്റെടുത്ത് വന്നതായ അയൽ നിന്ത് ഇൽമിൽ നിന്ത് അയാൾ പല ഇസ്തിഫാദത്തെ എടുത്തങ്ങനത്തെ ആൽമാറായിട്ടുള്ള പ്രത്യേകമായിട്ടും അഹ്ലുൽ ഹദീസിൽ ചൊമ്മ പണ്ഡിതന്മാരുള്ളവർ. അതിലൊന്നായിത്തിക്കറ് ജുനൈദ് മദനി. പേഴ്സണലായിട്ട് ನಾನು ഫോളോ ആക്കിയതും കേട്ട അതിൽ ചൊന്ന് പല ടൈമിലായിട്ടും അയാൾ നിങ്ങൾക്ക് ക്ലാസ് എടുത്ത ആളായിത്തിക്കറ്, നിങ്ങൾക്ക് ഇൽമോട് പാട്ടി ഉസ്താദ് ആയിത്തിക്കറന്ത്. എന്നിട്ട് അയാൾ നിങ്ങൾക്ക് അംഗീകരിക്കാൻ സാധ്യമുണ്ട? ഷേഖ് റബീയിൽ നിന്ന് ഇൽമെടുത്ത് വന്നതായ ഷേഖ് ജുനൈദ് മദനിൻ്റെ നിങ്ങൾക്ക് അംഗീകരിക്കാൻ സാധ്യമുണ്ട? പല ആൾമാരുള്ള അഹ്ലുൽ ഹദീസ് അതിൽ ചൊന്ന് ചൊമ്മ ആൾമാരുള്ളാറുണ്ട് അഹ്ലുൽ ഹദീസിൽ ഇന്ത്യയിൽ വെച്ചിട്ട്. അംഗീകരിക്കാൻ സാധ്യമുണ്ടോ നിങ്ങൾക്ക്? ഇല്ല. അങ്ങനെ എന്തായെങ്കിൽ അംഗീകരിക്കലെന്താ നിങ്ങൾക്ക് സന്തോഷമായിത്തിക്കറ്. അത് മാത്രമല്ല എന്നൊരു ക്വസ്റ്റ്യൻ കേൾക്കാം, ഒന്നുകൂടി വ്യക്തമാക്കാം. ഇന്ത്യത്തിൽ അഹ്ലുൽ ഹദീസ് വ്യക്തമായിട്ട് കേൾക്കുന്ന ക്വസ്റ്റ്യൻസ് ആയിത്തിക്കറ്. നിങ്ങൾ പണ്ഡിതന്മാർ നങ്പ്രാറുന്തല്ല ചൊന്നത് ക്വസ്റ്റ്യൻ നോക്കൂ. ഇന്ത്യത്തിലുള്ള അഹ്ലുൽ ഹദീസിലുള്ള ഏതെങ്കിലും അഹ്ലുസുന്നത്തിലെ ആലിമരുടെ പേര് ചൊല്ലರು നിങ്ങൾ അംഗീകരിക്കരുത്. ഇന്ത്യത്തിലുള്ള അഹ്ലുൽ ഹദീസിലുള്ളതായ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിലെ മൻഹജിലും അഖീദത്തിലും സമുള്ളതായ ഒരു പണ്ഡിതർ ഇപ്പം ഹയാത്തുള്ള ഒരു പണ്ഡിതരുടെ പേര് ചൊല്ലರು സാധ്യമില്ല. ഒന്നും തായി നിങ്ങൾക്ക് സന്തോഷമായി എത്തിക്കറ് ചൊന്നെങ്കിൽ നിങ്ങൾക്ക് ഭാരി കൊസി, നിങ്ങൾ നിലപാട് ചേഞ്ച് ആക്കിയാൽ ചൊന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം. അങ്ങനത്തെ അത് മാത്രമല്ല ഒന്നുകൂടി കേൾക്കറ്. ഇനി ഇന്ത്യത്തിൽ നിങ്ങൾ വന്ന ഗൾഫിൽ നിങ്ങൾ നോക്കിയ പണ്ഡിതന്മാരെ ജാമ്യത്തിൽ പഠിക്കുന്നതെല്ലാം പോയിത്ത് ഇന്ത്യത്തിലും വന്ന അഹ്ലുൽ ഹദീസിലെ പണ്ഡിതന്മാരുടെ ലിസ്റ്റും പോയിത്ത്. ഇനി നിങ്ങൾ ഇപ്പറ കേരളത്തിൽ പറ. കേരളത്തിൽ നോക്കൊരു നാച്ചുറൽ ലിസ്റ്റ് തൻ്റെ അബ്ദുൽ ജബ്ബാർ അൽ മദീനി നിങ്ങൾക്ക് സ്വീകരിക്കാൻ സാധ്യമാ? അതേപോലെ യാസിർ ബിൻ ഹംസ സ്വീകരിക്കാൻ സാധ്യമാ? ഹംസ മദീനി, ഷമീർ മദീനി, അബ്ദുൽ മാലിക് സലഫി, ഫൈസൽ മുസ്ലിയാർ, അതേപോലെ എത്രമാ പണ്ഡിതന്മാരുള്ളാർ. ഒന്നുകൂടി കേൾക്കുക, ഹുസൈൻ സലഫിന് നിങ്ങൾക്ക് സ്വീകരിക്കാൻ സാധ്യമാ? പണ്ഡിതന്മാരായിട്ട് മൻഹജിലും അഖീദത്തിലും സമവുല്ല അഹ്ലുസുന്നത്തിലെ ഉലമാക്കന്മാരായിട്ട് പണ്ഡിതന്മാരായിട്ട് ഇങ്ങനെ നിങ്ങൾക്ക് സ്വീകരിക്കാൻ സാധ്യമാ? അഹ്ലുസുന്നത്തിലെ ഉസ്താദുമാരായിട്ട് ഇങ്ങനെ നിങ്ങൾക്ക് കാണുക സാധ്യമാ? മുജാഹിദ് ബാലുശ്ശേരി മൻഹജിലും അഖീദത്തിലും സമവുല്ല വ്യക്തി ചൊന്ന് നിങ്ങൾക്ക് ചൊല്ലുക സാധ്യമാ? അത്ര ക്വസ്റ്റ്യൻ ഉണ്ട് കേൾക്കും. എരിഞ്ഞോന്ത് പോറും എല്ലാവരെയും എരിഞ്ഞോന്ത്. പിന്നെ ചൊല്ലറേ ഞങ്ങളെല്ലാ ആലിമാരെ വിശ്വസിക്കറ അംഗീകരിക്കറ കൈത്തിക്കറാർ ചൊന്ത എത്തിക്കറ് ഭാരീ ചന്തത്തിൽ ചൊല്ലേത്. ഒന്നുകൂടി വ്യക്തമാക്കറ് സഹോദരന്മാരെ, വിസ്ഡം ചൊന്തുള്ള സംഘടന മൻഹജിലും അഖീദത്തിലും സമവുള്ള സംഘടന ചൊന്ത് നിങ്ങൾക്ക് ചൊല്ലുക സാധ്യമുണ്ടാ? വിസ്ഡം അഹ്ലുസുന്നത്തി വൽ ജമാഅത്തുള്ള സംഘടന ചൊന്ത് നിങ്ങൾക്ക് ചൊല്ലുക സാധ്യമുണ്ടാ? ചൊല്ലറ് നിങ്ങൾ സാധ്യമുണ്ടാ? സാധ്യം ചൊല്ലറ് ഇല്ലാത്ത എത്തിക്കറ് നിങ്ങളിൽ നിന്ന് ഉത്തര കിട്ടല ചൊന്ത എത്തിക്കറ് നക്കുപടിയുള്ളത്. ഇനി അങ്ങനെ എന്താ ഒന്നുകൂടി മുട്ട പറ. ഗൾഫിലെ പണ്ഡിതന്മാരെ വലിച്ചെറിഞ്ഞ് നോക്കിയാൽ ഇന്ത്യത്തുള്ള അഹ്ലുൽ ഹദീസിലെ ഉലമാക്കന്മാരെല്ലാം ശൃംഖലമേ വലിച്ചെറിഞ്ഞാറ്. ഇനി അത് മാത്രമല്ല കേരളത്തിലും പോയിട്ട് ഇനി കർണാടകത്ത് പറ ഞങ്ങളില്ല മൈക്കാലത്തേക്കേ പറ. മൈക്കാലത്തിൽ കേസ് ചൊന്തുള്ള സംഘടനയിൽ നിങ്ങൾ ഇന്നങ്ങ് എത്തിക്കറാറ്. നിങ്ങളതിൽ പല ആൾമാറും നിങ്ങൾ നേതാവേ സലാഹുദ്ദീൻ ഷേഖ് സലാഹുദ്ദീൻ അറിയപ്പെട്ട സലാഹുദ്ദീൻ ഉസ്താദ് ഇയാൾ ഇന്ന സംഘടന എത്തിക്കൊരു കേസ് അങ്ങനത്തെ നോക്കിയേക്കട്ട. ഈ കേസിൽ ഇപ്പം അഹ്ലുസുന്നത്തിലെ പണ്ഡിതന്മാർ ആരെയും ഉള്ളാറാ? അഹ്ലുസുന്നത്തിലെ മൻഹജും അഖീദ സമുല്ലതായ ഉസ്താദുമാർ ആരെയും ഉള്ളാറാ? നിങ്ങളുടെ വായിൽ നസീർ സലഫി ചൊന്ത് പേര് പണ്ടില്ല, നസീർ ചൊന്ത എത്തിക്കർ വിളിക്കരേ എന്നിട്ട് അതിനെ സമർത്ഥനാക്കോ നോക്കിയാറ് പലവട്ടം. നസീർ സലഫിനും ഇജാസ് സലൈരെ കാണ്ടി ഇൽമ് യാറ ഉണ്ടാ ഇല്ലേ ചൊന്തുള്ള ചർച്ച അല്ല. അതിൽ ഒരാളെ മൂന്നോൽ പ്രസൻറ്റ് ആക്കറിച്ച് നിങ്ങൾ അത് ജഹ്ലൈത്തിക്കർ സഹോദരന്മാരെ
സമല്ലല്ലേ, അത് സമല്ലല്ലേ. ഇന്നാക്കിയേക്കരെ ഒന്നും കൂടി കേൾക്കാം. നസീർ സലഫി, മിജാസ് സ്വലായി, മഫീസ് സ്വലായി, അതേപോലെ ഉമർ ഫാറൂഖ് മദനി ആവട്ടു, അതേപോലെ നിങ്ങൾ കേസറുള്ളതായി യാസർ അൽ ഹിക്കമി ആവട്ടു, അല്ലെങ്കിൽ ഇബ്രാഹിം ബോലിയാർ അൽ ഹിക്കമി ആവട്ടു, ഹൈദറുള്ളാലും, ഇങ്ങനെ എല്ലാവരും പേരടിച്ചുള്ളത്. ഇങ്ങനെല്ലാവരും അഹ്ലുസുന്നത്തിലെ ഉസ്താദ്മാരെ ഇത്തിക്രാറ് ചൊന്തും മൻഹജിലും അഖീദത്തിലും സമുല്ലതായ ഉസ്താദ്മാരെ ഇത്തിക്രാറ് ചൊന്ത് അംഗീകരിക്കുകയും സലാഹുദ്ദീൻ്റെ ടീമുക്ക് സാധ്യമുണ്ടാ. ഇത് എന്ത് കേൾക്കരെ ചൊന്നെങ്കിൽ നൗഷാദിൻ്റെ ടീമിട്ട് കേട്ടത് കാര്യമില്ല. കാരണം എന്തേ അങ്ങനെ ഡയറക്റ്റ് ചൊല്ലാറ് ഹുസൈൻ സാലപ്പേര് നിലപാട് എന്ത് കേട്ട് എന്താ ബാത്തിൽ എത്തിക്കറ് ബിദഈ എത്തിക്കറ് ഒറ്റയടിക്ക് ചൊന്തണ്ടാറ്. നിങ്ങൾ ഒൺപാട്ടി വെച്ചിട്ടില്ല, അതുകൊണ്ട് എത്തിക്കറ് ആൾമാരുടെ ഫിത്തനായി ഒന്നുമില്ലേ. അങ്ങനെ കണ്ടി ഡബിൾ ഫിത്തൻ നിങ്ങൾ ആക്കിയുള്ളാർ. കാരണം നിങ്ങൾ കേസ് ചൊന്തുള്ള രൂപത്തിൽ എത്തിക്കറ് ആൾമാരൊട്ടിക്ക് പെരുമാറി ചൊന്തുള്ളത് ഇത് എത്തിക്കറ് അപകട മുഖ വ്യക്തമല്ല നിങ്ങളിത്, അത് എത്തിക്കറ് പ്രോബ്ലം. അപ്പോൾ അതുകൊണ്ടു ഇങ്ങനെല്ലാവരും ആലിമൈത്ത് അല്ലെങ്കിൽ ഉസ്താദ്മാരായിട്ട് നിങ്ങൾ അംഗീകരിക്കുക ഒരു അടിയുള്ളാറാ അത് എത്തിക്കറ് കേൾക്കറേ. അവസാനമായിട്ട് ചൊല്ലുകൊല്ലത് സഹോദരന്മാരെ, സലാഹുദ്ദീൻ ടീമിലൊട്ടി ചൊല്ലു നിങ്ങൾ ശരിയായ ദാവ ചൊന്തിങ്ങനെ ഒഞ്ച് പോയുള്ളാർ, ശരിയായ ദാവ ആക്കിയുള്ളാർ. വ്യക്തമായിട്ട് നിങ്ങൾക്ക് ഉൾഗത്തിൽ നിങ്ങൾ ചൊന്നുള്ളാർ കേസരം അക്കീദത്തിലും മൻഹജിലും സമയില്ല ചൊന്തു ഓപ്പണായി ചൊന്നി ഒന്നുകൂടി ക്ലിയർ ആയിത്തും. കുക്കർ പൊട്ടിത്ത് നിങ്ങളെ ഇത് ബന്ത് എന്തൊരു വെബ്സൈറ്റിലുള്ള ബന്ത് നിങ്ങളെ വിശദീകരണ ഭയോത്പാദനത്തെ വിരുദ്ധ അൽഹംദുലില്ലാഹ് അത് ആക്കോണൈത്തിക്കറ്. ഇസ്ലാം ഭയോത്പാദന വിരുദ്ധമൈത്തിക്കറ് ചൊന്തു വ്യക്തമായിട്ട് നിലപാട് അരിപ്പാട്ടർ നല്ലതൈത്തിക്കറ്. ಅದರ ವಿಷಯത്തിലൊരു കുക്കർ പൊട്ടിയപ്പോൾ നിങ്ങൾ അത്ര ಬೇಗ നിങ്ങളെ ലേഖന റെഡിയാക്കി എന്തായെങ്കിൽ അക്കീദത്തിൽ സമയില്ല ചൊന്തും മൻഹജിൽ സമയില്ല ചൊന്തും നിങ്ങൾ കേസരങ്ങനെ ಮೇಲೆ ಆರೋಪ ಇಕ್ಕೊಂಬೋ എന്തൈത്തിക്കറി ചൊന്തും ഏതൈത്തിക്കറി ചൊന്തൊരു വ്യക്തമാക്കറങ്ങനത്തൊരു ഇതില്ല നിങ്ങൾക്ക് ലേഖനത്തിൽ നിങ്ങളെ കൊണ്ട് സാധിച്ചിട്ടില്ലേ. സലാഹുദ്ദീൻ ഷേഖ് ചൊന്തു പ്രോബ്ലം എന്താ വെച്ചാൽ നിങ്ങൾ എല്ലാവരും ഇപ്പോഴത്തെ ഷേഖ്മാരെ പെറോലൈത്തിക്കറ് പോയോല്ലേ, പല ഷേഖ്മാരെ തഖലീദാക്കറെ കൊണ്ടൈത്തിക്കറ് ഈ പ്രോബ്ലം ഉണ്ടാവരെ. നൗഷാദ് ടീമു യഹ്യ അൽ ഹജൂർ ഷേഖ് യഹ്യ അൽ ഹജൂറിൻ്റെ പെറോൾ പോയിത്ത്, സലാഹുദ്ദീൻ്റെ ടീമും ഷേഖ് അറഫാത്തിൻ്റെ പെറോൾ പോയിത്ത്, ഇങ്ങനെ പെറോൾ പോയിത്ത് കണ്ടതാണ്. ഉലമാക്കന്മാർ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പോലെ മൻകാന മുസ്തന്നൻ ഫല്യസ്തന്ന ബിമൻ ഖദ് മാത് ഫഇന്നൽ ഹയ്യ ലാ തുഅ്മനു അലൈഹിൽ ഫിത്ന. വ്യക്തമായിട്ട് പഠിക്കണം സ്വഹാബത്തിന്റെ വിഷയത്തിൽ ഒന്നൈത്തിക്കറ്. എപ്പോൾ ഹയാത്തുല്ലെങ്കിൽ ചേഞ്ച് ആവാറ് അങ്ങനെ പല ഫിത്ന വരും. ഫിത്ന കൊണ്ട് ഉദ്ദേശിച്ചാൽ പല ഇത് ഇറ്റിക്കും, ചിലപ്പോൾ മുർത്തദ്ദായിട്ട് പോവാറ്. അള്ളാഹു രക്ഷപ്പെടുത്തട്ടെ. അങ്ങനെ എല്ലാവരും സാധ്യമുണ്ട്, എന്തൊക്കെ സാധ്യമുണ്ട്. അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ പെറൽ പോണ്ട സ്വന്തത്തല്ലേ ചൊന്നേ. ഈ തഖലീദ് അന്ധമൈത്തുള്ള തഖലീദ് കാരണം എത്തിക്കൊരു പ്രോബ്ലം ആയത്. സംഘടന വേണ്ട ചൊന്തു എല്ലാ സംഘടന വിട്ടു നിന്നിട്ട് എന്നിട്ട് വിട്ടു നിൻ്റെ ആൾമാറാവട്ടു ആറ് കണ്ടായിട്ട് പോയാറ്. ഇനി നിങ്ങൾ എത്ര കണ്ടാവുകൊണ്ട് അള്ളാഹു അലം. അതുകൊണ്ടു ഈ ഷൈത്താനിയത്തിൽ ഫിത്നത്തിൽ എന്ത് ബുട്ടു നീക്കുറിച്ചും തൈത്തിക്കർ പ്രത്യേകമായിട്ടും ചൊന്നുള്ളത്. ഇൻഷാ അള്ളാഹ് എന്നൊരു ക്ലാസ്സസിലായിട്ട് ഇനിയും 2-3 സമുദായത്തെ കൗമര വിഷയത്തിൽ അങ്ങ് മനസ്സിലാക്കുകൊണ്ടു അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും വ്യക്തമായിട്ട് എല്ലാ വിഷയത്തിലും വ്യക്തമായ നിലപാടെടുക്കുമല്ലോ തൗഫീഖ് അള്ളാഹു നമുക്ക് അനുഗ്രഹിക്കട്ടെ. ഇസ്ലാം ദീൻ എന്തെത്തിക്കണം നമുക്ക് യഥാർത്ഥമായിട്ട് പടപ്പാട്ടിയെ ആ നിലപാടിൽ നിൽക്കുമല്ലോ തൗഫീഖ് അള്ളാഹു നമുക്ക് എല്ലാവർക്കും അനുഗ്രഹിക്കട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.